നമ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തേ നമഃ. ഇവിടെ കിരാതമൂർത്തിയായിട്ട് നമുക്കെല്ലാവർക്കും അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്ന ശിവഭഗവാന്റെ കാൽപാദങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ ശിവസൂത്ര ജ്ഞാനയജ്ഞം നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ 4 ദിവസം ഇതേ സമയത്ത് തന്നെ തുടരണം എന്നാണ് ഇവിടെ നോട്ടീസിൽ വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എല്ലാ ദിവസവും കുറച്ച് ഇത് കേട്ടതിന് ശേഷമായിരിക്കും ഭക്ഷണം കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ശിവസൂത്ര, ശിവപുരാണം എന്നൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ശിവസൂത്ര എന്ന് പറയുന്നത് ഇത് കാശ്മീര ശൈവ സമ്പ്രദായത്തിലുള്ള വളരെ ഉയർന്ന തലത്തിലുള്ള അറിവുകളാണ്. കാശ്മീർ എന്ന് പറയുന്ന അറിയാലോ, അവിടുത്തെ പണ്ഡിറ്റുകളുടെ ഇടയിൽ നിലവിലുള്ളതും അതോടൊപ്പം തന്നെ കുറേ നാള് നമ്മളുടെ ആൾക്കാരുടെ ഇടയിലേക്ക് പ്രചരിക്കാതെ അത് രഹസ്യമായിട്ട് കുറെ നാൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പണ്ഡിതന്മാർക്കൊക്കെ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ട ഒരു സമയത്ത്. അതിനുശേഷം ശ്രീ ശ്രീ രവിശങ്കർജിയുടെ കയ്യിൽ ആ ഒരു ഗ്രന്ഥം എത്തുകയും അദ്ദേഹം 1908 പറഞ്ഞു കൊടുക്കുകയുണ്ടായിരുന്നു. അപ്പൊ അത് ഹിന്ദിയിലാണെന്ന് പറഞ്ഞു കൊടുത്തു. അതിന്റെ വിവർത്തനം ഇംഗ്ലീഷിൽ ഒരു ബുക്കായിട്ട് ഇറക്കി. അപ്പൊ ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ജ്ഞാനം ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ, നമ്മുടെ ജീവിതം. അപ്പം സൂത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശിവസൂത്ര ജ്ഞാനയജ്ഞം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സൂത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൂത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സൂത്രം പറഞ്ഞു തരാം എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പൊ ഈ സൂത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപായം അല്ലെങ്കിൽ അറിവ്. അപ്പം സൂത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തില് നമ്മുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ ഏത് തരത്തിലുള്ള അറിവിനെയാണ് പിടിച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഓരോ അവസരങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് അത് നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള അറിവിനനുസരിച്ചാണ്. അല്ലെ, ഒരാൾ നമ്മുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, നമ്മൾ അയാളോട് തിരിച്ചും അയാളോട് നമ്മൾ ദേഷ്യപ്പെട്ട് തന്നെ സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു സൂത്രയാണ്. അപ്പം സൂത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവെന്ന് നമുക്ക് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ പറയാം. സൂത്ര എന്ന് പറഞ്ഞ അറിവ്. അപ്പൊ ശിവസൂത്ര പോലെ നാരദ ഭക്തി സൂത്രയുണ്ട്. അങ്ങനെ പഴയ ഉപനിഷത്തുകളൊക്കെ സൂത്ര എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ മനുഷ്യന്റെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഏറ്റവും മോശമായിട്ടുള്ള ദുഷ്ടമായിട്ടുള്ള ജീവികളെന്ന് നമ്മൾ വിചാരിക്കുന്ന മൃഗങ്ങളെയൊക്കെ നമ്മൾ വളരെ മോശമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ക്രൂരമായിട്ട് പെരുമാറുന്ന ജീവികളാണ്. പക്ഷെ മൃഗങ്ങളെ കഴിഞ്ഞ് മോശമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന് പറ്റുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, പല സ്ഥലത്ത് ആൾക്കാര് മൃഗങ്ങൾ ചെയ്യുന്നതിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ സൂത്രക്കനുസരിച്ചാണ് അവർ ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ചിട്ടുള്ള അറിവുകൾക്കനുസരിച്ച്. അതേപോലെ തന്നെ ഇതേ മനുഷ്യർ തന്നെ ഈശ്വരനെ പോലെ ആകുന്നത് നമ്മൾ കാണുന്നുണ്ട് നന്മ ചെയ്തു. അപ്പൊ ഈ 2 സാധ്യതകളും നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കിടക്കുന്നുണ്ട്. അപ്പം ഏത് തരത്തിലുള്ള സൂത്രയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ഓരോ സാഹചര്യം വരുമ്പോഴും നമ്മൾ അതിനോട് പ്രതികരിക്കുന്നതും ഒക്കെ ഏത് തരത്തിലുള്ള അറിവുകളാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്, എന്തൊക്കെ അറിവുകളാണ് നമ്മൾ ജീവിതത്തിൽ നടപ്പിലാക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ശിവനായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ആ ശിവനായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ തയ്യാറെടുപ്പിക്കുന്ന അറിവുകളാണ് ശിവസൂത്രാസ്. ശിവനായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ശിവനായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ എന്താണ് ശിവതത്വം? അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കും? പക്ഷെ ഇത് വളരെ ലളിതമായിട്ടാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു പട്ടം പറക്കണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്തായിരിക്കും? ഒരു പട്ടം എല്ലാവരും പറത്തിയിട്ടുണ്ടല്ലേ, വളരെ മനോഹരമായിട്ടുള്ള ഒരു പട്ടമായിരിക്കും. പക്ഷെ അതിനൊരു ചരട് വേണം. ഈ ചരടുണ്ടെങ്കിലേ പട്ടം മുകളിലേക്ക് ഉയരത്തിലേക്ക് പോകും. അല്ലാതെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പുറകോട്ട് ഒരു വലിക്കും. അപ്പൊ അതിനനുസരിച്ച് മുകളിലേക്ക് ഉയർന്നു പോകും. അങ്ങനെയാണ് പട്ടം പൊക്കോണ്ടിരിക്കുന്നത്.
ഇതേപോലെ തന്നെ ജീവിതത്തില് നമുക്ക് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മളുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ഉയർന്ന തലത്തിലുള്ള അറിവുകൾ വേണ്ടി വരും. ആ അറിവുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴാണ് നമ്മളുടെ ജീവിതവും ഉയർന്ന തലത്തിലേക്ക്, ഈശ്വര തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു പോകണമെങ്കിൽ ഉയർന്ന ചിന്തകൾ, ഉയർന്ന കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടി വരും. ആ അറിവുകളാണ് ശിവസൂത്രാസ് എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പൊ ഈ ശിവസൂത്ര ഇത് 9-ാം നൂറ്റാണ്ടിലാണ് എഴുതപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ഒരു ചരിത്രം നോക്കും. വസുഗുപ്തൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ മഹർഷി കാശ്മീരിലുണ്ടായിരുന്നു. അപ്പൊ 9-ാം നൂറ്റാണ്ടിന്റെ ഒരു പ്രത്യേകത, ആ സമയത്ത് ഭൂമിയിൽ മുഴുവൻ അരാജകത്വം ഭയങ്കരമായിട്ട് വന്നൊരു സമയം, ഈശ്വരവിശ്വാസമൊക്കെ കുറഞ്ഞു. ആ സമയത്ത് പാർവതി ദേവിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അഭ്യർത്ഥന പ്രകാരം ശിവഭഗവാൻ ഒരു സ്വപ്നത്തിൽ, ഈ വസുഗുപ്തന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു ശിലയുണ്ട്, ഇവിടെ ഒരു വലിയ മലയുടെ മുകളിൽ. ആ ശിലയുടെ അടുത്ത് നീ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് എന്നെ കുറിച്ചിട്ടുള്ള രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് നീ ലോകത്തിന് മുഴുവനും പറഞ്ഞു കൊടുക്കണം എന്ന്. അങ്ങനെ ഇയാള് അവിടെ വലിയൊരു മലയുണ്ട് വസുഗുപ്തൻ. ആ മലയുടെ അവിടെ ചെന്നപ്പോൾ വലിയൊരു ശിലകളുണ്ട്. ആ ശിലയിൽ ചെന്ന് ഇദ്ദേഹം സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ ആ ശിലയിലെ 77 ലിഖിതങ്ങൾ തെളിഞ്ഞു വന്നു, 77 എഴുത്തുകൾ കുത്തിയതുപോലെ. അപ്പം അതാണ് ശിവസൂത്രാസ്. അപ്പൊ അദ്ദേഹം അത് മുഴുവൻ ഹൃദയസ്ഥമാക്കി കഴിഞ്ഞപ്പോൾ ആ കല്ല് വീണ്ടും പഴയ പോലെ. ആ കല്ല് ഇപ്പോഴും കാശ്മീരിലെ ശ്രീനഗറിൽ ചെന്നാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ കല്ല് ഇപ്പോഴും അവിടെയുണ്ട്. അതാണ് പിന്നീട് ലോകത്തിലേക്ക് ശിവസൂത്ര എന്നുള്ള പേരിൽ വന്നത്. അപ്പൊ നമുക്കിതിന്റെ ശിവസൂത്ര എന്തിനാണ് കേൾക്കുന്നത്? അതിന്റെ ആദ്യത്തെ ലക്ഷ്യം തന്നെ ആദ്യം പറഞ്ഞു തരാണ്. നമ ശ്രീ ശംഭവേ സാത്മാനന്ദ പ്രകാശ വപുസേ. അപ്പം നമ്മള് മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നമഃശിവായ എന്ന് പറയാറുണ്ടല്ലേ. നമ മിക്കവാറുള്ള മന്ത്രങ്ങളുടെ ഒക്കെ കൂട്ടത്തിൽ നമ്മൾ നമ പറയുന്നുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. അല്ലെങ്കിൽ നമ്മൾ മന്ത്രങ്ങളൊക്കെ അർച്ചിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ നമ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം മന എന്താണെന്നറിയാം. മന തിരിച്ചിടുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? നമ്മയായിട്ട് മാറുന്നത്. മന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനസ്സാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾ മുഴുവൻ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുന്നുണ്ടോ? ഇവിടെ മുഴുവൻ കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അതിന്റെ ഇടയ്ക്ക് നമ്മൾ എവിടേക്കോ പോകുന്നുണ്ടല്ലേ. ഈ പോകുന്ന സാധനമാണ് മനസ്സ്. ഈ മനസ്സ് പുറത്തേക്ക് പാഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും. അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. മനസ്സിങ്ങനെ പുറത്തോട്ട് പാഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് നമ്മുടെ അറിവും സമ്മതവും ഒന്നും ഇല്ലാതെ മനസ്സിങ്ങനെ നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പല ആൾക്കാരും കേൾക്കുന്നില്ല ഇതിനെ. കാരണം മനസ്സ് ഇവിടെ ഇല്ല. അതുകൊണ്ട് എന്താ, മനസ്സ് നമ്മളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മനസ്സ് പ്രധാനമായിട്ടും പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെ, കാഴ്ചയ്ക്ക് പുറകെ പോകും മനസ്സ്. എന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ടായിരിക്കും. പറഞ്ഞാൽ നമ്മുടെ കണ്ണ് അങ്ങോട്ട് പോകും, മനസ്സും ഇങ്ങോട്ട് പോകും. ആ കാഴ്ചയുടെ പുറകെ പോകും. റോഡിലൂടെ ഇപ്പം ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് റോഡിൽ വലിയൊരു ശബ്ദം കേട്ടാൽ ഉടനെ ശബ്ദത്തിന്റെ പുറകെ എന്തും പോകും, മനസ്സും പോകും. ഇനി നല്ലൊരു മണം വന്നാൽ ആ മണത്തിന്റെ പുറകെ എന്ത് പോകും, മനസ്സ് പോകും. ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്നത്തെ കറി എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ആ രുചിയുടെ പുറകെ എന്ത് പോകും, നമ്മുടെ മനസ്സ് പോകും. പിന്നെ സ്പർശം. ഇങ്ങനെയാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് മനസ്സ് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലൂടെ സന്തോഷം കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് ആൾക്കാരൊക്കെ ടൂറ് പോകുന്നത്. തീരപ്രദേശത്തുള്ളവരൊക്കെ ഹില്ലേരിയയിലേക്ക് പോകും. എന്ത് കാണാനാ? ആ മലകൾ കാണാൻ വേണ്ടിയിട്ട് പോകും. ഇനി അവിടെ കിടക്കുന്നവരൊക്കെ എങ്ങോട്ട് വരും? തീരപ്രദേശത്തേക്ക് വരും, ഇവിടെ കടല് കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഈ കണ്ണിന് പുതിയ കാഴ്ചകൾ കാണും. മൂക്കിന് നല്ല സുഗന്ധം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ നാക്കിന് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കും. എത്ര ഭക്ഷണം കഴിക്കും? നമുക്ക് ഇഷ്ടമുള്ള ലഡു ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ ടേസ്റ്റ് ഇല്ലേ. എത്ര കുടിക്കും? 1 ഗ്ലാസ്, 2 ഗ്ലാസ്, 3 ഗ്ലാസ്, 4 ഗ്ലാസ്. കുറച്ച് കഴിയുമ്പോൾ പറയും, ചേട്ടാ കുറച്ച് അച്ചാർ തരാവുന്ന പറയും, മടുത്തു. ഇനി എന്നോട് മേലാൽ എന്ത് കാര്യം പറയരുത്. ഇനി മേലാൽ എന്നോട് ഈ അമ്പലപ്പുഴ പായസത്തിന്റെ കാര്യം മിണ്ടരുതെന്നുണ്ട്. ഞാൻ മടുത്തു. നീ മധുരം എന്ന് പറയുന്ന കാര്യം എന്നോട് മിണ്ടരുതെന്നുണ്ട്. അന്നേരം നമ്മൾ മടുക്കും. പക്ഷെ രസം എന്താണെന്നറിയാം, ഒരു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പറയുന്നത് എന്ത് വേണം, ഈ പാൽപ്പായസം കിട്ടിയാൽ കൊള്ളാമെന്ന് പറയും. ഇങ്ങനെ നമ്മുടെ മനസ്സ് നമ്മളെ കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പുറത്ത് എവിടെയോ
സന്തോഷം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സ് പുറത്തേക്ക് പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതിങ്ങനെ പാഞ്ഞു പാഞ്ഞ് നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള സന്തോഷം ഇരിക്കുന്നത് എപ്പോഴാണോ മനസ്സ് ഉള്ളിലേക്ക് തിരിയുന്നത്, അതാണ് നമ്മുടെ പുറത്തേക്ക് പോകുന്ന മനസ്സ് ഉള്ളിലേക്ക് തിരിയുമ്പോഴാണ് സംഭവിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഉള്ളില് ശംഭവേ, സമാധാനത്തിന്റെ രൂപത്തില് ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, അത് സാത്മാനന്ദം, നമ്മുടെ ഉള്ളിലുള്ള ആനന്ദമായിട്ട് ഐശ്വര്യത്തിനെ നമ്മുടെ ഉള്ളിൽ തന്നെ സമാധാനത്തിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ മനസ്സ് നോക്കിയാൽ അറിയാം, നമുക്കില്ലാത്ത എന്തോ ഒരു കാര്യം കിട്ടിയിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. സാമ്പത്തിക പ്രശ്നമുള്ളവരൊക്കെ ഇപ്പൊ കാത്തിരിക്കുകയാണ്, എൻ്റെ ഈ കടമൊന്ന് വീടിയിട്ട് വേണം എനിക്ക് സന്തോഷിക്കാൻ, അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ, ഏറ്റവും സന്തോഷവാനായിട്ട് ഇരിക്കണ്ടേ? അവർക്ക് സന്തോഷമുണ്ടോ? ഇല്ല, അവർക്ക് സന്തോഷമില്ല അല്ലേ? ശരിയല്ലേ? ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ ഒരാള് ഗൾഫിൽ പോയി ടൈലറായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അയാൾക്ക് ഒരു അറബിയുടെ കീഴിൽ ടൈലറായിട്ടാണ് നിന്നത്. അപ്പൊ ഈ അറബിക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ അറബി മരിച്ചുപോയി. ഈ സ്വത്ത് മുഴുവനും ഈ ടൈലർക്ക് എഴുതി വെച്ചു. അപ്പൊ ഇയാൾക്ക് കോടികളുടെ സ്വത്ത് കിട്ടി. അപ്പൊ സ്വത്ത് കിട്ടിയപ്പോൾ തീരെ പൈസ ഇല്ലായിരുന്ന ആളാണ്, കോടികളുടെ അധിപനായിട്ട് മാറി. അപ്പൊ ഈ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്ക് സമാധാനമില്ല. പിന്നെ എനിക്ക് പൈസ ഉണ്ടെന്നുള്ള കാര്യം 4 പേര് അറിയണം. പൈസ കിട്ടിക്കഴിയുമ്പോൾ അടുത്ത ഒരു ഇതാണ്, കുറെ പൈസ ആയി കഴിയുമ്പോൾ പിന്നെ പ്രശസ്തി വേണ്ട. പിന്നെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അങ്ങനെ പ്രശസ്തനാവാൻ വേണ്ടിയിട്ട് വലിയൊരു വീടൊക്കെ വെച്ചു, ഒരു 3 നില വീടൊക്കെ വെച്ചു. എന്നിട്ട് ആൾക്കാർ ടൈലറെ വിളിക്കുന്നു. പിന്നെ അധികാരം വേണം, അധികാരത്തിന് വേണ്ടിയിട്ട് ഓട്ടം. ഇലക്ഷന് പല പ്രാവശ്യം ഉണ്ട്, പക്ഷെ ഒന്നും ജയിച്ചില്ല. അപ്പൊ ഇതെങ്ങനെയാണ് ആൾക്കാരുടെ ഒരു മനസ്സിന്റെ പ്രവർത്തനം അല്ലെ? നമ്മള് കേട്ടിട്ടുണ്ട്, 10 കിട്ടെങ്കിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തു നിന്നുള്ള വസ്തുക്കളൊക്കെ നമുക്ക് സന്തോഷം തരുമെന്നുള്ള വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒന്നും യഥാർത്ഥത്തിലുള്ള സന്തോഷം തരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? മനസ്സ് ഉള്ളിലേക്ക് തിരിയാൻ. ആ ഉള്ളിലേക്ക് തിരിയുന്ന മനസ്സിന് മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷം തരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ ഒരു കാര്യം അല്ലാതെ വേറെ ഒരു കാര്യത്തിനും ആനന്ദം തരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഉള്ളിൽ മാത്രമേ ആനന്ദമുള്ളൂ. അപ്പൊ ആനന്ദവും സന്തോഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? അത് മാറാതെ നിൽക്കുന്നതാണ്. സന്തോഷം എന്ന് പറയുന്ന സിറ്റുവേഷൻ മാറുന്നതനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. ആനന്ദം പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിലേക്ക് തിരിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും വീട്ടില് പലതരത്തിലുള്ള ജപാദികളൊക്കെ നടത്തുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഉള്ളിലുള്ള സന്തോഷത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വീട്ടിൽ എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നുണ്ടായിരിക്കും. അങ്ങനെ ചൊല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ? ആരെങ്കിലും ഇവിടെ ലളിതാ സഹസ്രനാമൊക്കെ ദിവസം ചൊല്ലുന്നു. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വീട്ടിൽ ഭയങ്കര ബഹളം. ലളിതാ സഹസ്രം നമ്മളെ ഭക്തിയോട് കൂടിയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും, വീട്ടിൽ മക്കൾ കിടന്ന് ഭയങ്കര ബഹളം. പിന്നെ നമ്മുടെ അവസ്ഥ എന്താ സമയത്ത്? ഇത് തീർന്നിട്ട് വേണം അവൻ്റെയൊക്കെ അടുത്ത് 2 വർത്തമാനം പറയും അല്ലേ? ഉള്ള സമാധാനം എല്ലാം പോകും. അപ്പൊ അങ്ങനെ ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. ഇനി അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാഴ്ച കണ്ടു, നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി. പിന്നെ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അകത്ത് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തെയും സമാധാനത്തെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ശ്രീ എന്ന് പറയുമ്പോൾ, ഐശ്വര്യം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പുറമേ കാണുന്ന ഒരു കാഴ്ചകളാണ്. ഇപ്പൊ ഒരാളെ കാണുമ്പോൾ നല്ല സുന്ദരി, കുറച്ചു നേരം അവരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ദൈവമേ ഇങ്ങനെയുള്ള ആളാണോ, ഇത്ര വെച്ച് മോശം സ്വഭാവം നമുക്ക് ചേർന്ന് തോന്നും അല്ലേ? പുറമേ കാണുമ്പോൾ നല്ല സുന്ദരിയായിട്ടൊക്കെ തോന്നും. പക്ഷെ കുറച്ചു നേരം അവരുടെ അടുത്ത് ഇരുന്ന് കഴിയുമ്പോൾ നമുക്കിനി ജീവിക്കണോ എന്നുള്ള ആഗ്രഹം പോലും ഇല്ലാത്ത വസ്തു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം പുറമേയുള്ള കാഴ്ചയിലല്ല സൗന്ദര്യം ഇരിക്കും. ഇപ്പൊ ചില വീടുകൾ കണ്ടാവും, വളരെ മനോഹരമായിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ടാവും, വളരെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ വീട്ടിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് സമയം അവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു അസ്വസ്ഥതയാണ്.
എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങി ഓടണമെന്ന് തോന്നും. ചില വീടുകൾ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയാണ്. കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ്. അവിടെ ഇരിക്കുന്ന ആൾക്കാർ തമ്മിൽ പരസ്പരം സ്നേഹമില്ലെങ്കിൽ ആ വീട്ടിൽ ഒരു ഐശ്വര്യം ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത മകനും അച്ഛനും, മിണ്ടാത്ത അമ്മയും മകളും, പരസ്പരം സംസാരിക്കാത്ത സഹോദരന്മാരും, ഇവരൊരു കൂട്ടത്തിൽ ഒരു കൂരയുടെ അടിയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുടുംബം എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം അവിടുത്തെ ഐശ്വര്യം എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ മനസ്സിലെ സമാധാനമാണ്. അതാണ് ആ വീടിന്റെ ആകർഷണീയത എന്ന് പറയുന്നത്. അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് സമാധാനമെന്ന് തിരിച്ചറിഞ്ഞ ആൾക്ക് മാത്രമേ എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ, ബാക്കിയുള്ളവരുടെ പെരുമാറ്റത്തിനനുസരിച്ച് നമ്മൾ അസ്വസ്ഥമായിട്ടുണ്ടേയിരിക്കും. ബാക്കിയുള്ളവർ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും, പക വരും, പിന്നെ അവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. ആ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിലെ ആനന്ദത്തിനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം പറയുന്നത് ഐശ്വര്യം എന്ന് പറയുന്നത് സമാധാനം നിറഞ്ഞതായിരിക്കും. ചിലപ്പോൾ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായാലും പ്രശ്നങ്ങളാണ്. വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴേ, ഒരിക്കല് ഒരാൾക്ക് ഒരു ലോട്ടറി അടിച്ചു. അതാ ഓണം ബമ്പറാണ്, 25 കോടി രൂപ. അപ്പൊ ഇയാൾക്ക് ലോട്ടറി അടിച്ചവർ ഇയാൾ അറിഞ്ഞിട്ടില്ല, ഇയാളുടെ ഭാര്യ മാത്രമേ അറിഞ്ഞു. അപ്പൊ 25 കോടി രൂപ ലോട്ടറി അടിച്ചെന്നുള്ള കാര്യം ഈ ലോട്ടറി എടുത്ത ആൾ അറിഞ്ഞില്ല. അയാൾക്ക് 2 അറ്റാക്കും കഴിഞ്ഞ ആള്. അപ്പൊ ഭാര്യ അറിഞ്ഞു. ഭാര്യയ്ക്ക് ഭയങ്കര ടെൻഷനായി. ഇത് അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കാര്യത്തിൽ തീരുമാനമാവും. 25 കോടി രൂപ കിട്ടിയെന്നുള്ള കാര്യമേ ഇയാളുടെ അടുത്ത് ഇത് എങ്ങനെ പോയി പറയും? ഭയങ്കര ടെൻഷനിലായി. അവസാനം പിന്നെ ഇവർക്കൊക്കെ ഉപദേശം കൊടുക്കുന്ന ഒരാളുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് ഇരുന്നു. എന്നിട്ട് ഗുരുസ്ഥാനീയനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനിങ്ങനെ വലിയൊരു പ്രശ്നത്തിലിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഭർത്താവിന് ലോട്ടറി അടിച്ചിട്ടുണ്ട് 25 കോടി രൂപ. പുള്ളിയുടെ അടുത്ത് പറഞ്ഞാൽ പുള്ളി താങ്ങത്തില്ല. അതുകൊണ്ട് അങ്ങൊന്നൊന്ന് സഹായിക്കണം, ഇതൊന്നൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നിട്ട് പ്രാർത്ഥനയൊക്കെ നടത്തി. ഇദ്ദേഹം ചെന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി. എന്നിട്ട് സാവകാശം പറഞ്ഞു, ഇവിടെ തനിക്ക് 25 കോടി രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ താൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, അതിന്റെ പകുതി ഞാൻ ആ ചേട്ടൻ തരുന്നു. ഈ വന്ന ആള് അവിടെ ബോധം കെട്ടിരുന്നു. പിന്നെ അയാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പൊ അയാൾക്ക് താങ്ങാൻ പറ്റിയില്ല. പകുതി പൈസ കിട്ടുമെന്നുള്ള കാര്യം. അപ്പൊ ഇതുപോലെയാണ് പലപ്പോഴും ജീവിതത്തില് നല്ല കാര്യങ്ങൾ നടന്നാലും പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത അവസ്ഥകളാണ്. ഈ പ്രേമഭാഗങ്ങളുടെ ഒക്കെ കാര്യം അതുപോലെയാണ്. ഒരുപാട് നാള് എങ്ങനെയെങ്കിലും ഇയാളുടെ കൂട്ടത്തിൽ ജീവിച്ചാൽ മതി, ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് സ്വന്തമാക്കാൻ മതിയെന്ന്. സ്വന്തമാക്കി കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴല്ലേ ഇതിന്റെ പുറകെയാണോ ദൈവമേ ഞാൻ ഈ ജീവങ്ങളിൽ നടന്നെന്നുള്ള സത്യം മനസ്സിലാകുന്നു. അല്ലെ? കല്യാണം കഴിച്ചവർക്കൊക്കെ അറിയാം, അങ്ങനെ കല്യാണം പ്രേമിച്ച് കഴിച്ചിട്ടുള്ളവർക്കും അറിയാം. യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സങ്കല്പവുമായിട്ട് അങ്ങോട്ട് ചേരുന്നില്ല. അപ്പൊ ഈ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണങ്ങൾ കൂടുതലായിട്ട് നല്ല സന്തോഷം നമുക്ക് തരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് സന്തോഷം? അത് ഉള്ളിലേക്ക് നമ്മൾ തിരിയും. അപ്പൊ ഉള്ളിലേക്ക് തിരിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള സമാധാനം നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണോ? എത്ര പേർക്ക് അത് മനസ്സിലാവണം? ഉള്ളിലേക്ക് തിരിയണം എന്ന് ആഗ്രഹം, അതിനെക്കുറിച്ചിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളത് കൈകൊക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് കണ്ണടച്ചിരിക്കേണ്ടി വരും. തയ്യാറാണോ? എത്ര പേര് തയ്യാറാണ് കണ്ണടച്ചിരിക്കാൻ കുറച്ച് സമയം? കണ്ണടച്ചിരിക്കുക. പുറത്ത് എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും ശ്രദ്ധിക്കണ്ട. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നട്ടലുള്ളവരൊക്കെ നട്ടല് നിവർത്തി വെച്ചിരിക്കണം, അല്ലാത്തവർക്ക് കുഞ്ഞിരിക്കാം. നട്ടലുള്ളവരൊക്കെ എന്ത് ചെയ്യണം? നട്ടല് നിവർത്തി വെക്കണം, കൈകളൊന്നും മടിമേ മലർത്തി വെക്കണം. ഈ എന്ന് പറയുന്നത് എന്താ നമ്മളൊന്ന് അനുഭവിക്കാൻ പോവാണ്. പുറത്തേക്ക് വന്ന മനസ്സിനെ നമ്മളൊന്ന് ഉള്ളിലേക്ക് തിരിക്കാൻ പോവാണ്. അപ്പം ഇനി ഞാൻ പറയും, വളരെ സാവകാശം വേണ്ടത്ര സമയം എടുത്ത് കണ്ണുകൾ തുറക്കാം പറയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കണ്ണു തുറക്കാൻ പാടുള്ളൂ. നിൽക്കുന്നവർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവരൊക്കെ എവിടെങ്കിലും ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിന്നുകൊണ്ട് കണ്ണടച്ചു കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ധ്യാനം ഇതുവരെ ആരും നിന്നുകൊണ്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇരുന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. കസേരകൾ 2-3 ബാക്കിയുണ്ട്. അല്ലാത്തവർക്കൊക്കെ അവിടെ നിൽക്കുക. ബാക്കി എല്ലാവർക്കും ഞാൻ കണ്ണ് തുറക്കാൻ പറയാറുമ്പോഴല്ലാതെ ആരും കണ്ണ് തുറക്കരുത്. ഓക്കെ, എന്താണ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും സാവകാശം കണ്ണടയ്ക്കാൻ. നീ കണ്ണുകൾ അടച്ചു തന്നെ സൂക്ഷിച്ചോളൂ, കണ്ണ് തുറക്കരുത്.
കണ്ണടച്ച് സൂക്ഷിക്കുക. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ? കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ശാന്തത പോലെ എത്ര പേർക്ക് അനുഭവപ്പെടുന്നുണ്ട്? യെസ്, ഇതാണ് നമ്മുടെ പുറത്തേക്ക് പോയ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. ആ സമയത്ത് നമുക്കിത് നമ്മുടെ ആഗ്രഹം സാധിച്ചിട്ടോ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ടോ എന്തെങ്കിലും നല്ല കാഴ്ച കണ്ടിട്ടോ ഒന്നും കിട്ടിയ ഒരു സമാധാനമില്ല. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിഞ്ഞപ്പോൾ പുറത്തേക്ക് പോയ മനസ്സ് ഉള്ളിലേക്ക് തിരിയുക എന്ന് പറയുന്നത് അതാണ്. ആ തിരിയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള സമാധാനം അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ആ അങ്ങനെയുള്ള സമാധാനം അത് നമ്മളുടെ ഉള്ളിലാണ്. ഏറ്റവും ഉള്ളില് സമാധാനത്തിന്റെ രൂപത്തില് അല്ലെങ്കിൽ ആത്മാവിന്റെ രൂപത്തില് അത് തന്നെയാണ് ശിവം. ആ ശിവത്തിന്റെ രൂപത്തില് നമ്മുടെ ഉള്ളില് ആ ചൈതന്യം നിലനിൽക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് പ്രകാശബഹുസയിൽ എങ്ങനെയാണോ ഈ ബൾബ് അതിന്റെ ചുറ്റിലേക്കും പ്രകാശം കൊടുക്കുന്നത്, അതുപോലെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തേക്കൊക്കെ ശാന്തിയും സമാധാനവും പ്രസരിപ്പിക്കുന്നവരായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കേണ്ട. അതാണ് ശിവസൂത്രയുടെ മുഴുവൻ ലക്ഷ്യം. അപ്പോഴാണ് നമ്മൾ ശിവനായിട്ട് മാറുന്നത്. നമ്മൾ ചെല്ലുന്ന സ്ഥലത്തൊക്കെ നമ്മളെ കാണുമ്പം തന്നെ ആൾക്കാർക്കൊരു ആനന്ദം, നമ്മളെ കാണുമ്പം തന്നെ ആൾക്കാർക്കൊരു സന്തോഷം, ഒരു സമാധാനം. നമ്മുടെ അടുത്ത് കുറച്ച് സമയം ഇരുന്നിട്ട് പോകുമ്പോൾ എന്തോ ഒരു സുഖം എന്നൊക്കെ ആൾക്കാർക്ക് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ ഉള്ള് മനോഹരമായി കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശിവതത്വത്തിനെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ആ സന്തോഷവും സമാധാനവും ബാക്കിയുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറും. അപ്പോഴാണ് നമ്മൾ ശിവസ്വരൂപങ്ങളായിട്ട് മാറുന്നത്. അതാണ് ശിവസൂത്രയുടെ മുഴുവൻ ലക്ഷ്യം. അപ്പൊ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താം, അതാണ് സൂത്രാസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ശിവസൂത്ര ശിവസൂത്ര, ഞാൻ ഇനിയും നിങ്ങളോട് ശിവസൂത്രയെ കുറിച്ചിട്ട് പറയാം പറഞ്ഞിട്ട് ആദ്യത്തെ സൂത്ര പറയാൻ ചെറിയ വാക്കുകളാണ്. ആദ്യത്തെ സൂത്രം ഇതാണ്, ചൈതന്യമാത്മ. ചൈതന്യമാത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ആത്മാവെന്ന് പറയുന്നതാണ് ചൈതന്യം. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമാണ് ആത്മാവ്. അതിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ചൈതന്യം വർദ്ധിപ്പിക്കണം. മനസ്സും ശരീരവും അങ്ങ് ഭയങ്കര ക്ഷീണത്തിലിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഉള്ളിലുള്ള ആ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും ഊർജത്തിനെ ഉണർത്തിയാൽ മാത്രമേ ഒരാൾക്ക് ഉള്ളിലുള്ള ആനന്ദവും അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭയങ്കര ഡള്ളായിട്ടിരിക്കും. ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആത്മാവിനെ അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഉള്ളിലുള്ള ചൈതന്യത്തിനെ അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് ശരീരത്തിന്റെ ഊർജം ആദ്യം വർദ്ധിപ്പിക്കണം. ചൈതന്യത്തിന്റെ ഊർജം വർദ്ധിപ്പിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ശ്രദ്ധിക്കുക എന്നുള്ളത്. ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ഊർജം കിട്ടുന്നത്. അപ്പൊ ഈ ഭക്ഷണം കഴിക്കുന്ന രീതിക്ക് അനുസരിച്ച് ആൾക്കാരെ വേർതിരിച്ചിട്ടുണ്ട്. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവരെ യോഗി എന്നാണ് വിളിക്കുന്നത്. 2 നേരം ഭക്ഷണം കഴിക്കുന്നവരെ ഭോഗി എന്ന് വിളിക്കും. 3 നേരം ഭക്ഷണം കഴിക്കുന്നവരെ രോഗി എന്ന് വിളിക്കും. അപ്പൊ 4 നേരം ഭക്ഷണം കഴിക്കുന്നവരെയൊക്കെ ദ്രോഹി എന്ന് വിളിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ പണ്ടൊക്കെ ചില ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാർ. ഇവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാര് മരിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കിട്ടാതെ തന്നെ. ഭക്ഷണം മോശമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ടാണ് കൂടുതൽ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി കൊണ്ടാണ്. അപ്പൊ നല്ല ഭക്ഷണം നല്ല സമയത്ത് കഴിക്കും. അപ്പൊ ഇവിടെ ഒരു കഥ പറയുന്നുണ്ട്. ഈ ചില ആൾക്കാരുണ്ട് കുറച്ച് സമയം കൊണ്ട് എങ്ങനെ കൂടുതൽ ഭക്ഷണം അകത്താക്കാം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചിന്തിക്കും. അപ്പൊ പണ്ടൊക്കെ ഈ പണ്ടത്തെ കാലത്താണ് കേരളത്തില് മരണാനന്തരം അവിടെ അടിയന്തരമൊക്കെ നടത്തുമ്പോൾ ബ്രാഹ്മണർ കൂട്ടുകൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അവർക്ക് ശൗണ്ടികൾ എന്നാണ് പറയുന്നത്. ശൗണ്ടികൾ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ശൗണ്ടികളുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ അടിയന്തരം ഉണ്ടോ അവിടെയൊക്കെ പോയി ഭക്ഷണം കഴിക്കും.
അപ്പൊ ഒരു അച്ഛനും മോനും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പം മോൻ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നതാണ്. ഇത് കാണുമ്പോൾ അച്ഛന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവൻ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പൊ അച്ഛന് അങ്ങ് ദേഷ്യം വരുവാ. കാരണം വെച്ചാൽ മോൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് അത്രയും കുറയുന്നില്ല. അപ്പൊ ഇയാൾ എഴുന്നേറ്റ് പോയി മോനിട്ട് ഒരു ഒറ്റ അടി വെച്ചു. എന്നിട്ട് പറഞ്ഞു നീ ഇനി വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് പിന്നെ ഇയാൾ വെള്ളം കുടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഈ അച്ഛന് ദേഷ്യം സഹിക്കാൻ വയ്യ. വലിയ മണ്ടത്തരമല്ലേ കാണിക്കുന്നു. ഭക്ഷണത്തിന്റെ അളവ് കുറച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുന്നു നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നു ചോദിച്ചു. അപ്പൊ അച്ഛൻ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അന്നേരം ഒരെണ്ണം അച്ഛൻ കൊടുക്കും. അപ്പൊ എന്താന്ന് ചോദിച്ചു, നീ അവിടെ വെച്ച് അതെന്താ പറയാൻ ഞാൻ ചോദിച്ചു. അവിടെ വെച്ച് പറയായിരുന്നു എനിക്കും കൂടുതൽ വെള്ളം കുടിക്കായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഇങ്ങനെയാണ് ചില ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ജീവിതം. അപ്പം അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ആത്മാവിലേക്ക് ഉയരാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ ഊർജത്തിനെ എങ്ങനെയൊക്കെ ഉയർത്താം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ മുതൽ വിശദമായിട്ട് കേൾക്കും. 77 സൂത്രാസാണുള്ളത്. അതിൽ ഈ 4 ദിവസം കൊണ്ട് നമുക്ക് ഒരു 8 or 10 സൂത്രാസ് മാത്രമേ നമുക്കിവിടെ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, ശിവസൂത്രാസ്. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ സമയം അവസാനിക്കുകയാണ്. എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒന്ന് കണ്ണടച്ച് വെച്ചിട്ട് ഒരു 9 പ്രാവശ്യം ഒന്ന് ഓം നമഃ ശിവായ ചാൻറ്റ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. കണ്ണടഞ്ഞിരിക്കട്ടെ. നമ്മുടെ എല്ലാം രക്ഷകനായിട്ടുള്ള പ്രയാതമൂർത്തിയായിട്ട് ഇവിടെ ഇരിക്കുന്ന ശിവസ്വരൂപമായിട്ടുള്ള ഭഗവാനെ നമ്മുടെ ഉള്ളിലെ ചൈതന്യമായിട്ട് മനസ്സിൽ സങ്കല്പിക്കാം. എന്നിട്ട് ഓരോ പ്രാവശ്യവും ഓം നമഃ ശിവായ പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം വർദ്ധിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കും. ഓം നമഃ ശിവായ പറയാൻ വേണ്ടിയിട്ട് ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുക്കൂ. ഓം നമഃ ശിവായ. കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സാവകാശം മുപ്പത്തൊരു പുഞ്ചിരി വെച്ചുകൊണ്ട് കിട്ടും. അപ്പൊ ഇന്നത്തെ ജ്ഞാനയജ്ഞത്തിന്റെ ആദ്യത്തെ ദിവസം അവസാനിക്കുകയാണ്. ക്ഷമയോടുകൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. നാളെ ഇതേ സമയത്ത് തന്നെ നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ വരും. എല്ലാവർക്കും വലിയ നമസ്കാരം.